കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിയറം 1 നോക്കിയായിരുന്നു അല്ലേ? ഇന്ന് നമുക്ക് പുതിയൊരു തിയറം പഠിക്കാം. എന്താ തിയറം പറയുന്നത്? n വെർട്ടിസസ് ഉള്ള ഒരു ട്രീക്ക് n-1 എഡ്ജ് ആണെന്ന് കാണിക്കണം. അതാണ് നമ്മുടെ തിയറം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ട്രീയുടെ ഡെഫിനിഷനിലെ ഗ്രാഫ് നോക്കിക്കേ. ഇത് നോക്കിക്കേ, ഇവിടെ എത്ര വെർട്ടിസസാണ് ഉള്ളത്? 6 വെർട്ടിസസ് ഉണ്ടല്ലേ. എത്ര എഡ്ജസാണ് ഉള്ളത് നോക്കിയേ? 1 2 3 4 5 എഡ്ജസ് അല്ലേ? അതല്ലേ നമ്മുടെ ഈ തിയറത്തിൽ പറയുന്നത്. നമ്മുടെ ഈ തിയറത്തിലും അതല്ലേ പറയുന്നത്. n വെർട്ടിസസ് ഉള്ളതിന് ഒരു n-1 എഡ്ജസ് ആയിരിക്കും കാണുന്നതെന്നല്ലേ പറയുന്നത്. അപ്പോൾ നമുക്കിതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് കേട്ടോ. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളതാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ ഞാൻ ഈ തിയറം ഒരു വെർട്ടിസസിന് ശരിയാണെന്ന് ഞാനത് പ്രൂവ് ചെയ്യും. പിന്നെ ഞാൻ പ്രൂവ് ചെയ്യാതെ 2 വെർട്ടിസസിന് ശരിയാണെന്ന്, പിന്നെ പറയും 3 വെർട്ടിസസിന് ശരിയാണ്. അങ്ങനെ ജനറലി ഞാൻ n വെർട്ടിസസിന് ഇത് ശരിയാണെന്ന് കാണിക്കും. അതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ നമുക്ക് പ്രൂഫ് എഴുതാം. പ്രൂഫായിട്ട് ഞാനിപ്പം ആദ്യം എഴുതുന്നത്, നമ്മളിതിപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചാൽ ചെയ്യാൻ പോകുന്നതല്ലേ, അത് നമുക്ക് ആദ്യം എഴുതിയേക്കാം. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ്ട് ഈ ക്വസ്റ്റ്യനിലുള്ള സാധനം തന്നെ. ലെറ്റ് ദ ട്രീ ഹാസ് n വെർട്ടിസസ് എന്ന് പറയാം. ട്രീക്ക് n വെർട്ടിസസ് അല്ലേ. ലെറ്റ് ദി ട്രീ ഹാസ് n വെർട്ടിസസ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ഇനി ചെയ്യുന്നത്, ഞാൻ പറയാം ഈ ഒരു റിസൾട്ട് ട്രൂ ആണ് ആർക്കൊക്കെ n=1 2 3 എക്സെട്രയ്ക്ക് ഈ റിസൾട്ട് ട്രൂ ആണെന്ന് ഞാൻ കാണിക്കാൻ പോവാം. അപ്പോൾ സ്റ്റെപ്പ് 1 ആയിട്ട് സ്റ്റെപ്പ് 1 എന്താ പറയുന്നത്? റിസൾട്ട് ഈസ് ട്രൂ ഫോർ ആർക്കൊക്കെ n=1, 2, 3 എക്സെട്രയ്ക്ക് ഇത് ട്രൂ ആണെന്ന് ഞാൻ പറയാം. എന്നിട്ട് ഞാൻ എടുക്കും. അപ്പം വെൻ n=1 ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. വെൻ n=1 ആവുമ്പോഴത്തേക്കും ഇപ്പം ഒരു വേർട്ടിസസേ ഉള്ളൂ അല്ലേ. n=1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേർട്ടിസസേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര എഡ്ജ് കാണും നമുക്ക് അവിടെ? 0 എഡ്ജ് ആയിരിക്കും അല്ലേ. വി ഹാവ് 0 എഡ്ജ് ആയിരിക്കും അല്ലേ. n=2 പറയുക ഞാൻ. n=2 പറയുമ്പോൾ 2 - 1, അതായത് n-1 എന്ന് പറയുമ്പോൾ എത്ര? 1 എഡ്ജ് കാണും അല്ലേ. വി ഹാവ് 1 എഡ്ജ്. ഇനി n=3 ആകുമ്പോഴത്തേക്കും n-1 എത്രയാണ്? 2 അല്ലേ. അപ്പോൾ നമുക്കിവിടെ 2 എഡ്ജ് കാണും. വി ഹാവ് 2 എഡ്ജ് അല്ലേ. ഓക്കെ, ഇനി എനിക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്തുവാ? n വെർട്ടിസസിന് n-1 എഡ്ജ് ആണെന്നല്ലേ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി എന്നിന് തൊട്ട് മുമ്പുള്ള വാല്യൂ ഞാനിങ്ങ് എടുക്കും. എന്നിൻ്റെ തൊട്ട് മുമ്പുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്നിനെ കാട്ടി ചെറുതായിരിക്കും അല്ലേ ആ വാല്യൂ. ഞാനിവിടെ ഒരു അസംഷനാണ് എടുക്കാൻ പോകുന്നത്. ലെസ് ദാൻ n-ന് ശരിയാവുമെന്ന് ഞാനത് അസ്യൂം ചെയ്യാൻ പോവുക ഇനി. അപ്പോൾ സ്റ്റെപ്പ് 2 ആയിട്ട് നമുക്കത് എഴുതാം. അസ്യൂം ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ട്രീസ് ലെസ് ദാൻ n വെർട്ടിസസ്. n വെർട്ടിസസിന് താഴെ ഈ ഒരു അസംഷൻ ശരിയാണെന്ന് ഞാൻ എടുക്കുക. Assume that the result is true for all trees less than n vertices. ഇവിടെ പറയാം ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ട്രീ ഓൺ n-1 ഓർ ഫ്യൂവർ വെർട്ടിസസ് എന്ന് പറഞ്ഞു. അതായത് n-നെക്കാട്ടി ഒന്ന് കുറഞ്ഞതോ അല്ലെങ്കിൽ അതിനെക്കാട്ടി ഫ്യൂവർ വെർട്ടിസസിനോ ഈ ഒരു റിസൾട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇനി എനിക്ക് എന്താ കാണിക്കേണ്ടത്? എനിക്ക് n വെർട്ടിസസിന് n-1 എഡ്ജ് ആണെന്നല്ലേ കാണിക്കേണ്ടത്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തെടുക്കുക. ലെറ്റ് എന്താണ്? ടി ബി എ ട്രീ. ഇതെൻ്റെ 3rd സ്റ്റെപ്പാണ്. ലെറ്റ് ടി ബി എ ട്രീ വിത്ത് n വെർട്ടിസസ് ഞാൻ എടുക്കുക. വിത്ത് n വെർട്ടിസസ്. ഇനി ഞാൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ട്രീക്കകത്ത് ഒരു എഡ്ജ് ഞാൻ എടുക്കുകയാണ്. ഒരു എഡ്ജിനെ ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുക. അപ്പം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇതിപ്പോൾ എൻ്റെ ഒരു ട്രീ ആണെന്ന് വെച്ചോ. ഈ ട്രീൻ്റെ അകത്ത് ഒരു എഡ്ജ് ഉണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ യു ആണ്, ഇതെൻ്റെ വി ആണെന്ന് സപ്പോസ് വിചാരിക്കാം. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു എഡ്ജ് ആയിരിക്കും അല്ലേ. അപ്പം ഞാനതവിടെ പറയുക. ലെറ്റ് ഇ ബി ആൻ എഡ്ജ് ബിറ്റ്വീൻ 2 എൻഡ് വെർട്ടിസസ് അല്ലേ. 2 എൻഡ് വെർട്ടിസസ്. ഏതൊക്കെയാണ് വെർട്ടിസസ്? യുവും വിയും. യു ആൻഡ് വി.
പിന്നെ നമ്മൾ ടി ബി എ ട്രീ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടി എന്ന് പറയുന്നത് ഒരു ട്രീ ആണ്. ട്രീ എന്താണ്? കണക്റ്റഡും ആയിരിക്കും, അതിൽ സൈക്കിൾസും കാണില്ല അല്ലേ. അപ്പോൾ ട്രീ ആകുമ്പോൾ നമുക്കറിയാം, അതായത് രണ്ട് വേർട്ടിസസിൻ്റെ ഇടയ്ക്ക് എന്താണ്, ഒരേ ഒരു പാത്തേ ഉള്ളായിരിക്കും. അതല്ലേ നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്ത തിയറവും. അപ്പം നമ്മൾ ആദ്യം പഠിച്ച തിയറത്തിൻ്റെ ബേസിസിൽ ഞാൻ എഴുതുക, എന്ത് പറയാം? സോ only path between u and v ഈസ് ഇ ആണെന്ന് പറയാം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് എ ട്രീ അല്ലേ. ബിക്കോസ് ടി എന്ന് പറയുന്നത് ഒരു ട്രീ ആണ്. ടി ഈസ് എ ട്രീ. പിന്നെ ഈ ഗ്രാഫിലോട്ട് നോക്കിക്കേ. ഇപ്പം ഞാൻ ഈ ഗ്രാഫിൽ നിന്ന് ഈ എഡ്ജ് അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. ഈ എഡ്ജ് റിമൂവ് ചെയ്ത് ഈ ഗ്രാഫ് എങ്ങനെ ആവും? ഇങ്ങനെ ആവും അല്ലേ. എന്തായി ഇതിപ്പം? ഇതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫായി. ട്രീ ആണെങ്കിൽ അത് കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ഇതൊരു ട്രീ ആയിരിക്കും, ഇത് ട്രീ ആയിരിക്കത്തില്ല അല്ലേ. ഇത് ഡിസ്കണക്റ്റ് ആയില്ല ആ ഒരു എഡ്ജിനെ ഞാൻ റിമൂവ് ചെയ്തപ്പോൾ. അപ്പോൾ ഇത് ഡിസ്കണക്റ്റ് ആകുമ്പോൾ എന്തായിട്ടാണ് മാറുന്നത്? രണ്ട് കമ്പോണൻ്റ് ആയിട്ടാണ് മാറുന്നില്ല. അപ്പോൾ ഈ കമ്പോണൻസിന് ഞാൻ പേര് കൊടുക്കും. ഇതിൻ്റെ T1 ആണെന്നും ഇതിൻ്റെ T2 ആണെന്ന് എഴുതി. ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതുക. therefore എന്താണ്? നമ്മളിപ്പോൾ ഡിലീറ്റ് അല്ലേ ചെയ്തത്. ഇപ്പോൾ ഡെലീഷൻ ഓഫ് ഇ ഫ്രം ടി എന്ത് ചെയ്തു? ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്തു. ഫ്രം ടി ഡിസ്കണക്ട് ദ ഗ്രാഫ് അല്ലേ. ഡിസ്കണക്ട് ദ ഗ്രാഫ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഡിസ്കണക്ട് ചെയ്തില്ലേ, ഇവിടെ മൊത്തം എത്ര എഡ്ജസ് ഉണ്ട്? 3 എണ്ണം ഉണ്ടല്ലേ. ഇവിടെയും 3 അല്ലേ. 1 2 3 3 വെർട്ടിസസ് ഇവിടെ ഉണ്ട്, ഇവിടെയും 3 വെർട്ടിസസ് ഉണ്ടല്ലേ. 1 2 3. രണ്ട് ഗ്രാഫിലും എന്താണ്? 3 വെർട്ടിസസ് വെച്ചുകൊണ്ടും അതേപോലെ 2 എഡ്ജ് ഉണ്ടല്ലേ. 1 2 ഇവിടെ 1 2. അപ്പോഴത്തേക്ക് ഈ വെർട്ടിസസിനെ ഞാൻ കോമൺ ആയിട്ട് ഇതിനെ N1 എന്നും വിളിച്ചു, ഇതിനെ ഞാൻ N2 എന്നും വിളിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എഴുതിയേക്കുക. അതായത് ടീന്ന് ഇനെ ഞാൻ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് 2 കമ്പോണൻസ് കിട്ടുമല്ലേ. താണ്ട ഏതൊക്കെയായിരുന്നു കമ്പോണൻസ്? T1 ഉം T2. അതിൽ ഫസ്റ്റ് ഗ്രാഫിൽ 3 വെർട്ടിസസ് ഉണ്ട്, സെക്കൻഡ് ഗ്രാഫിൽ 3 വെർട്ടിസസ് ഉണ്ട്. ഇതിന് രണ്ടിനെയും കൂടെ ജനറൽ ആയിട്ട് ഞാൻ ഇവിടെ N1 എന്നും N2 എന്നും വിളിച്ചു. അപ്പോഴേ ഈ N1 ഉം N2 ഉം കൂടെ ആഡ് ചെയ്യുമ്പം N1 + N2 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? N കിട്ടും അല്ലേ. ഇനി നമ്മൾ എന്തോ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ ഇൻഡക്ഷനിൽ പറഞ്ഞ സംഭവമില്ലേ, എന്തുവായിരുന്നു പറഞ്ഞത്? അതായത് ഒരു വെർട്ടിസസ് ഉണ്ടെങ്കിൽ അവിടെ n വെർട്ടിസസിന് n-1 എഡ്ജ് ഇല്ല. അപ്പോൾ 1 വെർട്ടിസസ് ഉണ്ടെങ്കിൽ 1 - 1 0 എഡ്ജ്. 2 വെർട്ടിസസ് ആകുമ്പം 2 - 1 1 എഡ്ജും, 3 വെർട്ടിസസ് ആകുമ്പോൾ 3 - 1 2 എഡ്ജ് അല്ലേ. അതേപോലെ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? N1 ഉം N2 അല്ലേ. അപ്പോൾ N1 വെർട്ടിസസിന് N1 - 1 എഡ്ജസ് ഉണ്ടായിരിക്കും. അതേപോലെ N2 വെർട്ടിസസ് ഉണ്ടെങ്കിൽ അവിടെ N2 - 1 എഡ്ജസും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം therefore by induction hypothesis എന്താ പറയുക, നമ്പർ ഓഫ് എഡ്ജസ് ഇൻ T1 എന്ന് പറയുന്നത് 2 ഗ്രാഫിലായിരുന്നു. ഇവിടെ നോക്കിക്കേ, 2 ഗ്രാഫ് ഉണ്ടായിരുന്നല്ലേ. T1 ഉണ്ട്, T2 ഉണ്ട്. T1 N1 വെർട്ടിസസും T2 N2 വെർട്ടിസസും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം അത്? അപ്പോൾ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ T1 എന്ന് പറയുന്നത് എന്തുമായിരിക്കും? N1 - 1 ആയിരിക്കും. അതേപോലെ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ T2 എന്ന് പറയുന്നത് N2 - 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ T1 N1 - 1 എഡ്ജും T2 N2 - 1 എഡ്ജും ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ Tയിൽ എത്ര എഡ്ജ് ഉണ്ടായിരിക്കും? നമ്പർ ഓഫ് എഡ്ജസ് ഇൻ T എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ. അകത്ത് എന്തായിരുന്നു? N1 - 1 പ്ലസ് N2 - 1 പ്ലസ് 1. പ്ലസ് 1 എവിടെ നിന്ന് വന്നെന്ന് വെച്ചാൽ, നമ്മളെ ആ ഗ്രാഫിന് ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കളഞ്ഞായിരുന്നല്ലേ. എന്നിട്ടല്ലേ അത് 2 കമ്പോണൻ്റ് ആയിട്ട് മാറിയത്. ഇതായിരുന്നു നമ്മുടെ ഗ്രാഫ് അല്ലേ. അതിന് ഈ ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്ത്, ആ റിമൂവ് ചെയ്ത എഡ്ജാണ് കേട്ടോ +1 ഇട്ടേക്കുന്നത്. ഇനി എന്താണ് ഇതിൽ -1 ഉം +1 ഉം ക്യാൻസൽ ആയി പോകല്ലേ. പിന്നെ ബാക്കി വരുന്നത് എന്തുവാണ്? N1 + N2 - 1 എന്ന് ബാലൻസ് വരുമല്ലേ. പിന്നെ N1 + N2 - 1 എന്ന് കിട്ടി. N1 + N2 എന്തുവാണെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്? N ആണെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്താൽ മതി. N1 + N2 പകരം N എഴുതി N - 1 എന്ന് നമുക്ക് കിട്ടി.
അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? n വെർട്ടിസസ് ഉള്ള ട്രീക്ക് n-1 എഡ്ജസ് ആണെന്ന് മനസ്സിലായി. നമുക്ക് എഴുതാം ഫോർ ദ ട്രീ വിത്ത് n വെർട്ടിസസിന് n-1 എഡ്ജസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അടുത്ത തീരം നോക്കിക്കേ. ഗ്രാഫ് ജി വിത്ത് n വെർട്ടിസസ് n-1 എഡ്ജസ് ആൻഡ് നോ സൈക്കിൾ ഈസ് കണക്റ്റഡ്. നമ്മൾ കഴിഞ്ഞ തീരം എന്തുമായിരുന്നു പഠിച്ചത്? എ ഗ്രാഫ് വിത്ത് n വെർട്ടിസസിന് n-1 എഡ്ജസ് ആണെന്ന് കാണിക്കണം അല്ലേ? ഇവിടെ എന്താ കാണിക്കേണ്ടത്? കണക്റ്റഡ് ആണെന്നാണ് കാണിക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നു n വെർട്ടിസസ് ഉണ്ട്, അതേപോലെ n-1 എഡ്ജസ് ഉണ്ട്, അതേപോലെ സൈക്കിൾസും ഇല്ല. അങ്ങനെയുള്ളൊരു ഗ്രാഫിനെ നമ്മൾ എന്തെന്ന് പറയും? ട്രീ എന്ന് പറയും അല്ലേ? പ്രൂഫ് നോക്കിക്കേ. പ്രൂഫായിട്ട് ഞാൻ പറയുക. ഓക്കെ, ലെറ്റ് ജി എന്ന് പറയുന്നത് ലെറ്റ് ജി ബി എ ഗ്രാഫാണ്. ജി ബി എ ഗ്രാഫ് വിത്ത് എന്താണ്? നോ സൈക്കിൾസ്. അതിൽ സൈക്കിൾസ് ഇല്ലല്ലേ? സൈക്കിൾസ് ഇല്ല. അതേപോലെ n വെർട്ടിസസ് ഉണ്ട്, n-1 എഡ്ജസ് ഉണ്ട് അല്ലേ? n-1 എഡ്ജസ്. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തോന്നാ? ഈ ഗ്രാഫ് കണക്റ്റഡ് ആണെന്നാണ്. അപ്പോൾ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് the graph is connected. അപ്പോൾ എനിക്ക് കണക്റ്റഡ് ആണെന്നാണ് ഇവിടെ കാണിക്കണ്ടേ. കണക്റ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊരു അസംഷൻ എടുക്കുക. ജി എന്ന് പറയുന്ന ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെന്ന്. അപ്പോൾ എനിക്കിത് ഡിസ്കണക്റ്റഡ് അല്ലെന്ന് കാണിച്ചാൽ പോയി. അപ്പോൾ എനിക്ക് കണക്റ്റഡ് ആണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റിൽ എത്താൻ പറ്റില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു അസംഷൻ എടുക്കുന്നത്. അടുത്ത ഞാൻ പറയാം. ഇപ്പോൾ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആവുമ്പം അതെന്താവും? അതിൽ 2-3 കമ്പോണൻസ് കാണും അല്ലേ? 2 or more കമ്പോണൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അത് പറയാം. ലെറ്റ് ജി കൺസിസ്റ്റ് ഓഫ് 2 or more കമ്പോണൻസ്. അപ്പം ലെറ്റ് ജി കൺസിസ്റ്റ് ഓഫ് 2 or more എന്താണ്? കമ്പോണൻസ് അല്ലേ? മോർ കമ്പോണൻസ് and each component is without cycles. എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ എടുത്ത അതേ എക്സാമ്പിൾ തന്നെ എടുക്കുക. എൻ്റെ എക്സാമ്പിൾ എന്തുമായിരുന്നു? ഇങ്ങനൊരു ഗ്രാഫല്ലേ ഞാൻ നേരത്തെ എക്സാമ്പിളായിട്ട് എടുത്തേ. ഇവിടെ ഈ എഡ്ജ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ എനിക്ക് 2 ഡിസ്കണക്റ്റഡ് ഗ്രാഫ് കിട്ടും അല്ലേ? ഇങ്ങനെ 2 ഗ്രാഫ് കിട്ടും. അതിൽ ഈ ഫസ്റ്റ് കമ്പോണൻറ്റിനെ ഞാൻ G1 എന്ന പേര് എടുത്തു, ഈ സെക്കൻഡ് കമ്പോണൻറ്റിന് ഞാൻ G2 എന്ന പേരും കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ പറഞ്ഞ കാര്യം ഇവിടെ കാണിക്കും. എന്താണ്? ലെറ്റ് G1 ആൻഡ് G2 ബി 2 കമ്പോണൻസ്. G1 ഉം G2 ആണ് നമ്മുടെ ഗ്രാഫിൻ്റെ 2 കമ്പോണൻസ് എന്ന് പറയുക. എന്നിട്ട് ഈ G1ലെ വെർട്ടിസസിനെ ഞാൻ U എന്ന് പറഞ്ഞ് വിളിക്കുക. ഈ G2ലെ വെർട്ടിസസിനെ ഞാൻ V എന്ന് പറഞ്ഞ് വിളിക്കും. അത് ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതാം. അപ്പോൾ ലെറ്റ് U ബി ദി വെർട്ടെക്സ് ഇൻ G1 ആൻഡ് V ബി ദി വെർട്ടെക്സ് ഇൻ G2 അല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡിസ്കണക്റ്റഡ് ഗ്രാഫില്ലേ, ഈ 2 കമ്പോണൻസിനെയും കൂടെ ജോയിൻ ചെയ്ത് ഞാനൊരു എഡ്ജ് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ ഒരു എഡ്ജ് വരച്ചാൽ എന്താണ്? ഇതൊരിക്കലും ഒരു സൈക്കിൾ ആവുന്നില്ല, പക്ഷേ ഇതെന്താണ്? ഒരു കണക്റ്റഡ് ഗ്രാഫാണ് അല്ലേ? അപ്പം നമ്മളിപ്പോൾ എന്തോ ചെയ്ത ഒരു എഡ്ജ് ആഡ് ചെയ്തല്ലേ? അപ്പോൾ അത് നമുക്ക് എഴുതാം സ്റ്റെപ്പായിട്ട്. ആഡ് ആൻ എഡ്ജ്. എവിടെ ആഡ് ചെയ്തത്? ബിറ്റ്വീൻ യു ആൻഡ് വി അല്ലേ? ആഡ് ആൻ എഡ്ജ് ബിറ്റ്വീൻ യു ആൻഡ് വി അല്ലേ? ഇനി എന്താണ്? ആഡിങ് ആൻ എഡ്ജ്. ഒരു എഡ്ജ് ആഡ് ചെയ്തു എന്ന് കരുതി ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുമോ? ഇല്ല. ഇവിടെ സൈക്കിൾ ആയോ? ഇല്ലല്ലോ, ഒരു കണക്റ്റഡ് ഗ്രാഫല്ലേ ആയുള്ളൂ. അപ്പം ആ സ്റ്റെപ്പ് ഞാൻ ഇവിടെ പറയാം. ആഡിങ് ആൻ എഡ്ജ് എന്താണ്? ഡസ് ഇറ്റ് ക്രിയേറ്റ് എ സൈക്കിൾ? ഡസ് ഇറ്റ് ക്രിയേറ്റ് എ സൈക്കിൾ? ഇനി ഞാൻ ജി നോക്കിക്കോണേ. ജി എന്ന് പറയുന്ന ഗ്രാഫ് ഇതല്ലേ എൻ്റെ ജി. ഇനി ഈ ജി എന്ന് പറയുന്ന ഗ്രാഫ് ഇപ്പോൾ ആഡ് ചെയ്ത ഈ എഡ്ജും കൂടെ ഞാൻ യൂണിയൻ എടുക്കുക. അപ്പം ജി യൂണിയൻ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കണക്റ്റഡ് ഗ്രാഫ് തന്നെ ആയിരിക്കും. ഈസ് എ കണക്റ്റഡ് ഗ്രാഫ്. ഈസ് എ കണക്റ്റഡ് ഗ്രാഫ്.
ഇനി നോക്കിക്കേ, ഇപ്പം ഇതാണ്ടേ ഞാൻ ഈ 2 പോയിന്റ് കണക്ട് ചെയ്തല്ലേ ഒരു എഡ്ജ് ആഡ് ചെയ്തേ. അപ്പോൾ ഇതിൻ്റെ യൂണിയൻ എടുക്കുമ്പം ഈ എഡ്ജ് ഇവിടെ വരുമല്ലേ. അപ്പം നോർമലി നമ്മുടെ ഇതിൽ എങ്ങനെയായിരിക്കും, n വെർട്ടിസസും n-1 എഡ്ജസും ആയിരിക്കും കാണുന്നത് അല്ലേ. ഇവിടെ ഇപ്പോൾ എത്ര വെർട്ടിസസ് ഉണ്ടെന്ന് നോക്കിയാൽ 1 2 3 4 5 6 6 വെർട്ടിസസ് ഉണ്ടല്ലേ. എഡ്ജസ് എത്ര ഉണ്ടെന്ന് നോക്കിയാൽ 1 2 3 4 5 6. നമ്മൾ യൂണിയൻ എടുത്തപ്പോൾ എനിക്ക് മൊത്തം 6 എഡ്ജസ് തന്നല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം, അപ്പം ജി യൂണിയൻ ഇ എന്ന് പറയുന്ന ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. ആ കണക്റ്റഡ് ഗ്രാഫിന് എത്ര വെർട്ടിസസ് ഉണ്ട്, n വെർട്ടിസസും ഉണ്ട് ആൻഡ് n എഡ്ജസും ഉണ്ടല്ലേ. പിന്നെന്താണ്, ഇവിടെ സൈക്കിൾ ക്രിയേറ്റ് ചെയ്തോ, ഇല്ലല്ലേ. ഇതിപ്പോഴും കണക്റ്റഡ് ഗ്രാഫാണ്, സൈക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം വിത്ത് നോ സൈക്കിൾസും കൂടെ ആഡ് ചെയ്യാം, വിത്ത് നോ സൈക്കിൾസ്. നമുക്ക് എന്ത് കിട്ടി, ദെയർഫോർ ജി യൂണിയൻ ഇ എന്ന് പറയുന്നത് എന്താണ്, ഈസ് എ ട്രീ ആണല്ലേ. ഈസ് എ ട്രീ ആണ്, കാരണം എന്താണ്, ഇവിടെ സൈക്കിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഇത് കണക്റ്റഡ് ആണ്, അതുകൊണ്ട് ട്രീ തന്നെയല്ലേ. അപ്പോൾ ജി യൂണിയൻ ഈസ് എ ട്രീ വിത്ത് n വെർട്ടിസസ് ആൻഡ് n എഡ്ജസ് അല്ലേ. ഇനി നമുക്ക് n വെർട്ടിസസും n എഡ്ജസും ആണോ കിട്ടേണ്ടത്, n വെർട്ടിസസും n-1 എഡ്ജസും അല്ലേ കിട്ടേണ്ടേ. പക്ഷേ നമുക്കിവിടെ n വെർട്ടക്സും n എഡ്ജും കിട്ടാൻ കാരണം എന്താണ്, നമ്മൾ ഡിസ്കണക്റ്റഡ് ആണെന്നാണ് അസ്യൂം ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, നമ്മുടെ അസംഷൻ തെറ്റാണ്. ജി ഡിസ്കണക്റ്റഡ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ആ അസംഷനിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എഴുതിയത്. അപ്പോൾ നമുക്ക് കിട്ടിയത് n വെർട്ടിസസും n എഡ്ജസും ആണ്. അപ്പോൾ ഇതെന്താണ്, ഒരു കോൺട്രഡിക്ഷനാണ്. അപ്പം therefore it is a contradiction. Therefore it is a contradiction to our assumption. നമ്മുടെ അസംഷനിൽ ഇതൊരു കോൺട്രഡിക്ഷൻ ആണല്ലേ. therefore ജി എന്താണ്, therefore ജി ഈസ് കണക്റ്റഡ് എന്ന് എനിക്ക് പറയാം. therefore ജി ഈസ് കണക്റ്റഡ്. അടുത്തൊരു ടേം നോക്കിക്കേ, മിനിമലി കണക്റ്റഡ് ഗ്രാഫ്. മിനിമലി കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഞാൻ ഒരു ഗ്രാഫിൽ നിന്ന് ഒരു എഡ്ജിനെ എടുത്ത് മാറ്റിക്കളഞ്ഞാൽ ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി പോവും. അതിപ്പം ഒരു പർട്ടിക്കുലർ എഡ്ജ് ആവണമെന്നില്ല, ഏത് എഡ്ജ് മാറ്റിയാലും ആ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയി പോകും. ഇപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് ഞാൻ ഈ V7 അങ്ങ് മാറ്റുകയാണെന്ന് വെച്ചോ, ഈ ഒരു എഡ്ജ് മാറ്റുവാണെന്ന് വെച്ചോ, അപ്പം ഇത് ഇത്രയും ഒരു ഗ്രാഫായിട്ട് കിടക്കും, ഈ വെർട്ടക്സ് മാത്രം മാറി കിടക്കും അല്ലേ, ആ ഒരു ഐസൊലേറ്റഡ് വെർട്ടക്സ് ആയിട്ട് കിടന്നില്ല. അപ്പോൾ ഈ ഗ്രാഫ് എന്തായി, ഡിസ്കണക്റ്റ് ആയിപ്പോയി. ഇപ്പം ഞാൻ ഇവിടുന്ന് ഈ ഒരു എഡ്ജ് മാറ്റിയാലും ഇത് 2 പാർട്ടായി, 2 കമ്പോണൻ്റ് ആയി അല്ലേ. അങ്ങനെ ഞാൻ ഏത് വെർട്ടക്സിനെ റിമൂവ് ചെയ്താലും ഇത് ഡിസ്കണക്റ്റ് ആയിപ്പോവും. അങ്ങനെയുള്ള ഗ്രാഫിനെ നമുക്ക് മിനിമലി കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയാം.